I'm Rishika. Welcome back to our channel. അപ്പോൾ നമ്മൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ചുമ്മാ ഇരിക്കുകയല്ലേ, നമുക്കൊന്ന് ടൗണിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുകയും ചെയ്യാം. നല്ല അടിപൊളി ഒരു ജ്യൂസ് കിട്ടുന്നൊരു കടയുണ്ട്. അപ്പോൾ അങ്ങോട്ട് മക്കൾ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാം ഇന്ന് ഈവനിങ്ങിലൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. ഇത് ഞങ്ങളെ അടുത്തുള്ള ടൗണാണ്. സാധാരണ ഞങ്ങൾ ബീച്ചിലേക്കൊക്കെയാണ് പോവുക. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉള്ള കാരണം ടൗണിലേക്ക് റൂട്ട് മാറ്റിയതാണ്. അപ്പോൾ 6:30 ആയിട്ടേ ഉള്ളൂ. 6:30 ആകുമ്പോഴേ ഇവിടെ ഭയങ്കര ഇരുടാവും. 5:30 ആകുമ്പോൾ തന്നെ ഇരുടാവും. അപ്പോൾ 7 മണി ആയിട്ടില്ല, 6:40 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നല്ല അടിപൊളി ഒരു ജ്യൂസ് കിട്ടുന്ന കടയുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ ഒരു ഡെക്കറേഷനൊക്കെയാണ്, നല്ല അടിപൊളിയാണ്. റോഡ് സൈഡിൽ ആരുടെയോ കല്യാണമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ജ്യൂസ് കിട്ടുന്ന ഒരു കടയുണ്ട്. നല്ല അടിപൊളി ജ്യൂസാണ്. വലിയ ടൗണല്ല, എന്നാലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്നതാണ്. ഇതൊരു ഷോപ്പിംഗ് ഹാളാണ്. ഇവിടെ ഞങ്ങൾ പോയിട്ടുണ്ട് നേരത്തെ. ഇപ്പോൾ പോകുന്നത് വേറൊരു ഷോപ്പിംഗ് ഹാളിലേക്കാണ്, പുതിയൊരു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്ന ജ്യൂസിൻ്റെ കട. മഹാലക്ഷ്മി ലസ്സി ആൻഡ് ജ്യൂസ് എന്നാണ് കടയുടെ പേര്. അപ്പോൾ ജ്യൂസ് തന്നെയാണ് ഇവിടെ മെയിൻ. പിന്നെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ ഇവിടെ വന്ന് കേക്ക് വാങ്ങിയിട്ട് ഇവിടെ തന്നെ മുറിക്കലും ഫോട്ടോ എടുക്കാനുള്ള അതിനുള്ള എല്ലാ സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ കോളേജ് പിള്ളേരും വരലുണ്ട്, പിന്നെ സാധാരണ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ബർത്ത്ഡേൻ്റെ ഒരു വീട് പോലെ തന്നെയാണ്. പിന്നെ ഉള്ളിൽ ചെരുപ്പൊന്നിട്ട് കയറരുത്, AC റൂമൊക്കെയാണ്. ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയതാണ്. എന്നും ഈ 12 മണിയായാലും ഇവിടെ തിരക്കാണെന്നാണ് പറഞ്ഞത്. മെയിനായിട്ട് ജ്യൂസാണ്, വേറെ അങ്ങനെ ഒരു ഐറ്റം ഇല്ല. ജ്യൂസ്, ലസ്സി എന്ന് പറഞ്ഞാൽ ഈ മോരിൻ്റെ ഒരു ഐറ്റമാണ്. അറിയാമായിരിക്കും നിങ്ങൾക്ക്, ഇവിടെയൊക്കെ അത് ഫേമസ് ആണ്. ഞങ്ങൾ പല പ്രാവശ്യം കഴിച്ച കാരണം ഇന്ന് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ടുള്ള ജ്യൂസാണ് കുടിക്കുന്നത്. ഈ അടുത്തുള്ളതാണ് ലസ്സി. നമ്മൾ വാങ്ങിയത് ജ്യൂസാണ്, ആപ്പിൾ ജ്യൂസാണ്. അതിൽ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് അത് കഴിക്കാനുള്ള സ്പൂണൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഷോപ്പിംഗ് ഹാളിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ചുമ്മാ ഒന്ന് കയറിയതാണ്. അപ്പോൾ ജ്യൂസ് കുടിച്ചിട്ട് നമുക്ക് ഷോപ്പിംഗ് ഹാളിലേക്ക് പോകാം. ഇവിടെ അടുത്താണ്, വലിയ ഷോപ്പിംഗ് ഹാളൊന്നുമല്ല, അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ DJ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര സൗണ്ടിൽ ബോക്സിൽ ഉള്ള മ്യൂസിക്കൊക്കെയാണ്. അപ്പോൾ അവിടുന്ന് സൗണ്ടാണ് ഭയങ്കര. അപ്പോൾ കോപ്പിറൈറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മ്യൂസിക്കൊക്കെ കുറച്ച് വെച്ചത്. അപ്പോൾ നമ്മൾ ജ്യൂസ് കുടിച്ചു. അതിൻ്റെ ഉള്ളിൽ അത് ഐസ്ക്രീം ഇതുപോലെ സ്പൂണിൽ കോരി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇവിടെ ജ്യൂസും ലസ്സിയാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ വിഭവം. പിന്നെ കേക്ക് ഉണ്ട്. അപ്പോൾ ബർത്ത്ഡേക്ക് എല്ലാവരും വന്ന് ഇവിടെ തന്നെ പാർട്ടിയൊക്കെ അവർ ചെയ്യാറുണ്ട്. ഇവിടുന്ന് കേക്ക് വാങ്ങി ഇവിടെ മുറിച്ച് ബാക്കിയുള്ളത് അവർ പാക്ക് ചെയ്ത് തരും വീട്ടിലേക്ക്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി കേക്കുകളൊക്കെ ഉണ്ട്. ആനിവേഴ്സറി ആണെങ്കിലും പിന്നെ ബർത്ത്ഡേ ആണെങ്കിലും എല്ലാം ഇവിടെ കോളേജ് പിള്ളേരായിക്കോട്ടെ സാധാരണ എല്ലാവരും ചെയ്യലുണ്ട്. അപ്പോൾ അതൊരു സന്തോഷം. എല്ലാം ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സെറ്റിങ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇരിക്കുന്നവർക്ക് പുറത്ത് ഇരുന്ന് കഴിക്കാം. ജ്യൂസാണ് കേട്ടോ, വേറെ ഒന്നും ഫുഡൊന്നുമില്ല. പിന്നെ അപ്പോൾ പുറത്ത് ഇരിക്കേണ്ടവർക്ക് പുറത്തിരിക്കാം, അകത്തിരിക്കേണ്ടവർക്ക് അകത്തിരിക്കാം. ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പുറത്ത് വന്നിരുന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഷോപ്പിംഗ് ഹാൾ ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകട്ടോ. കുറച്ചപ്പുറത്താണ്, നമുക്ക് പോവാം. ഇതിവിടെ എഴുതിയിരിക്കുന്നത് ഈ ടൗണിലേക്ക് സ്വാഗതം എന്നാണ്, നിമ്മവട എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ട്രെൻഡ്സ് എന്ന ഒരു ഷോപ്പിംഗ് ഹാൾ പുതിയതാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ക്യാമറയൊക്കെ ഓഫാക്കേണ്ടി വന്നു. നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചു. ഇപ്പോൾ ഒരു ട്രെൻഡ്സ് ഷോപ്പിംഗ് ഹാളിൽ വന്നിട്ട് ഒരു പുതിയ ഷോപ്പിംഗ് ഹാളായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നല്ല സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. മോക്കൊക്കെ എടുത്തു. പിന്നെ പക്ഷേ അവർ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു വീഡിയോ ഒന്നും എടുക്കരുത്, വീഡിയോ എടുക്കാൻ എക്സ്ട്രാ പെർമിഷനൊക്കെ വാങ്ങണം അങ്ങനെയൊക്കെ പറഞ്ഞ കാരണം നമ്മൾ പിന്നെ എടുക്കണ്ട. പിന്നെ ഷോപ്പിംഗ് ഹാളിൽ എന്താണ് ഈ തുണിയും അതും ഇതൊക്കെയല്ലേ കാണിക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ ക്യാമറയൊക്കെ ഓഫ് ചെയ്തു. നമ്മളിത് റോളൊക്കെ വാങ്ങി നമ്മൾ പോവുകയാണ്. രാത്രി 10 മണിയായി. ഞങ്ങൾ കുറേ കറങ്ങി നടന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഇവിടെ വണ്ടി പോയതിൻ്റെ സൗണ്ട് കൊണ്ടൊന്നും ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു തട്ടുകടയിൽ നിന്ന് റോള് വാങ്ങി, വെജ് റോളാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ തട്ടുകടയിൽ അവിടെ ഇരിക്കേണ്ട സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വണ്ടിയിലിരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ മോളും ഞാനും കൂടിയിട്ട് വണ്ടിയിലേക്ക് വന്നു. മോനും പപ്പയും കൂടി അവിടെ നിന്ന് തന്നെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെജ് റോളാണ്. അപ്പോൾ രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇനി നല്ലൊരു അടിപൊളി ഒരു വീഡിയോയിൽ വരുന്നതായിരിക്കും. ബൈ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. വീഡിയോസൊക്കെ എല്ലാവരും കാണണം, എങ്കിലും നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവും. വെറുതെ ഇങ്ങനെ വീഡിയോ കിട്ടിച്ചൊരു കാര്യമില്ല. കാരണം ആരും കാണുന്നില്ല, വ്യൂ ഒക്കെ കുറവാണ്, മോണിറ്റേഷൻ ആവാനായി. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം.